പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് ശരിക്കും ഒരു ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന വീഡിയോ ഒന്നുമല്ല, ഷോർട്ട് വീഡിയോയുടെ ഫോർമാറ്റിലാട്ടോ എടുത്തേക്കുന്നത്. ലോങ് വീഡിയോയ്ക്ക് എടുക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു. ഒരു വെളിവും വെള്ളിയാഴ്ച ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഫോൺ എടുത്ത് വീഡിയോ എടുക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലായിരുന്നു. വളരെ ടയേർഡായി പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 2-3 ദിവസത്തെ കുറ്റി വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഷോർട്സ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇതെല്ലാം നിങ്ങൾ കണ്ട് കഴിഞ്ഞേക്കുന്നതായിരിക്കും. ഒരു പലാസോ പാൻറ്റാണ്, ക്രോപ്പ് ടോപ്പ് ഒക്കെ ആയിട്ട് ചെയ്തേക്കുന്നത്. നാൻസി വീഡിയോയിൽ നിൽക്കുന്നുണ്ടെങ്കിലും കണ്ണ് തൊട്ടപ്പുറത്തിരിക്കുന്ന പാത്രത്തിലാട്ടോ ബന്ധിച്ച് പൈനാപ്പിൾ കുറച്ച് മുളകിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. തിരിച്ചു കാര്യം എടുക്കാം. ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ ഉപ്പുമുളകൊക്കെ കെട്ടി കഴിക്കുന്നത്. ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് കഴിക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്. എനിക്ക് ഈ സാധനം കഴിച്ചാലേ പല്ലു പുളിച്ചങ്ങോട്ട് കയറും കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒരു ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കണ്ട് കാണും, സ്ഥിരം കാണുന്ന ആൾക്കാരാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ കൂട്ടുകാരൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ. അവർക്ക് തലേ ദിവസം കല്യാണത്തിൻ്റെ തലേന്ന് ഇടാനായിട്ട് ഇതേപോലത്തെ സ്ലീവ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ശരിയാവാറില്ല കേട്ടോ. കാരണം ആൾ വന്ന് പിന്നെ സെറ്റ് ചെയ്തെടുക്കണം. എന്നാലും അതിങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാണ് ആ ഒരു സ്ലീവ്. ആൾ നിർത്തി ചെയ്യേണ്ട ഒരു സംഭവമാണത്. പിന്നെ ഇത് ഒരു ഷ്രഗ് പോലെ ഇടണം കേട്ടോ. 2 ഊട്ട ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഒരു തുണിയിൽ. അതിങ്ങനെ ആ ഊട്ടയിലൂടെ കൈയിട്ട് കഴിയാൻ നേരത്ത് ഷ്രഗായിട്ടുണ്ട്. ഇത് നമ്മുടെ അമേരിക്കയ്ക്ക് പോകാനുള്ള പാഴ്സലിലെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത്. റെഡ് ലവറാണ് ആള്. ഒത്തിരി റെഡ് ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ആളുടെ തന്നെയാണ് ഈ ഒരു ഫ്ലോറൽ മെറ്റീരിയലും അതൊക്കെ അവിടെ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഈ ഒരു ബ്ലൗസ് നമ്മൾ ആദ്യമായിട്ടോട്ടെ ബാക്കിൽ ഇങ്ങനെ വള്ളി പോലെ തന്നെ സംഭവമൊക്കെ ചെയ്തേക്കുന്നത്. കുറച്ച് ഹാങ്ങിങ്സും കൂടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാങ്ങിങ്സ് ഒക്കെ പിള്ളേർ വന്നു കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചാൽ ഹാങ്ങിങ്സ് ഉണ്ടായിരുന്നെന്ന് പറയണത്. അങ്ങനെ എന്നാൽ പിന്നെ ചെയ്ത് വെച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 2ാമത് ഹാങ്ങിങ്സ് ഇട്ടതാണ് കേട്ടോ. പിന്നെ സാധാ നോർമൽ പ്ലേറ്റഡ് സ്കേർട്ടാണ് ചെയ്തേക്കുന്നത്. ചില സാധനങ്ങളൊക്കെ എഴുതി വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറന്നു പോവുക കാര്യം. പിന്നെ അവർ വരുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത് കേട്ടോ. അങ്ങനെ അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് കിയാര ഇവിടെ അല്ലമ്പി നടക്കുവാട്ടെ. കിയാരയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ മലപ്പുറത്തുനിന്ന് അയച്ചു കൊടുത്തു വന്ന ഡ്രസ്സാണ് ഇത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വീട്ടിലൊക്കെ ഇടാൻ പറ്റിയുള്ളൊരു ഡ്രസ്സാട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ട് പുള്ളിക്കാരത്ത് തുള്ളിക്കളിച്ച് ഇങ്ങനെ ചാടി നടക്കുവാണ്. അതിനിടയ്ക്ക് അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരാഗ്രഹം, ചുമ്മാ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി പോയതാണ്. പോയി നമുക്ക് ആലപ്പുഴ കൃപാസനം പള്ളി വരെ പോയാലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ഇരിപ്പിനങ്ങ് ഇറങ്ങിയതാണ്. ഞാനും അമ്മയും കിയയും ജെയ്സനും കൂടിയാണ് പോയത്. നാൻസി വന്നില്ല, അവൾക്കൊരു ബ്ലൗസ് അർജൻറ്റായിട്ട് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തയ്ക്കുവാണ്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഡ്രൈവ് ചെയ്ത് അവിടം വരെ എത്തിയതാണ്. തിരിച്ചിങ്ങോട്ട് പിന്നെ ജെയ്സനാണ് ഓടിച്ചത്. രാത്രിയിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര പാടാട്ടോ ഓടിക്കാനായിട്ട്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ എനിക്ക് വിശക്കണേ എനിക്കിവിടെ ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിയായിരുന്നു. പുള്ളിക്കാരത്തേക്ക് ചില സമയത്ത് ചോറൊന്നും വേണ്ട. പിന്നെ ഞങ്ങൾ വന്നിട്ട് അപ്പോൾ മുട്ടക്കറി അവൾക്ക് മേടിച്ച് കൊടുത്തതാണ്. അതിനിടയ്ക്ക് ആ ചെയ്ത് വെച്ചേക്കുന്ന ബ്ലൗസ് തുന്നാനുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് എനിക്ക് വയ്യായിരുന്നു. കാരണം മടുത്ത് ആലപ്പുഴ വരെ പോയി തിരിച്ച് വന്നു കഴിയാൻ നേരത്ത് നമ്മുടെ അവസ്ഥ അറിയായിരിക്കുമല്ലോ. ഭയങ്കരമായിട്ട് ക്ഷീണമായും. പിന്നെ ഈ ബ്ലൗസ് രാവിലെ എണീറ്റ് തുന്നുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എന്നാൽ പിന്നെ രാത്രിക്ക് തുന്നി വെച്ച് കിടക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഉറക്കപ്പിച്ചിലൊക്കെയാണ് തുന്നി തീർത്ത് വെച്ചത്. പിറ്റേന്ന് രാവിലെ എണീറ്റ് വേണം തന്നെ ചന്തയിലോട്ട് പോയി കേട്ടോ. കുറച്ച് ഞണ്ട കിടപ്പുണ്ടായിരുന്നു. അത് കണ്ട പാടെ പിന്നെ വേറെ ഒരിടത്തോടും ഞാൻ നോക്കത്തില്ല. അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഗിയാരയ്ക്ക് ഇപ്പോൾ ഈ തലയിലിടുന്ന സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. വെറുതെ ഇതൊക്കെ ആ ഒരു നിമിഷം കാണുള്ളൂ. എല്ലാം പിന്നെ അവിടെ ഇവിടെയൊക്കെ അലമ്പിയിട്ട് കളയും. അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് ബേക്കറി കയറിയിട്ടത് ഈ മിനി പഫ്സ് കണ്ടോ, കുഞ്ഞു പഫ്സ് ആട്ടോ. അത് രസമുണ്ട്. ഒരു വായിക്കുള്ളതേ ഉള്ളൂ ഒരെണ്ണം. ചുമ്മാ ഇങ്ങനെ തിന്നാൻ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം അവർക്കെല്ലാവർക്കും കൂടി ചുമ്മാ ട്രൈ ചെയ്യാനൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ നമ്മുടെ ഞണ്ടെല്ലാം കൂടി ക്ലീൻ ചെയ്യാമല്ലോ എന്ന് കരുതി വന്ന്. സാധാരണ അമ്മയാട്ടോ ഞണ്ട് ക്ലീൻ ചെയ്യണത്. എനിക്ക് പിന്നെ ചില സമയങ്ങളിൽ തോന്നും, നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് ഇങ്ങനെ തോന്നില്ല. ആ ഒരു തോന്നലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെയാണ് ഈ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്യുന്നത്. കാരണം അമ്മ വളരെ ടയേർഡായിട്ട് ആയിരിക്കും വന്നത് കേട്ടോ. എല്ലാവരും വയ്യ, എല്ലാവരും പണിയെടുത്ത് മടുത്തിരിക്കുവാണ്. അപ്പോൾ പുള്ളിക്കാരത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളങ്ങ് ചെയ്യും. ഒരു വീട്ടിൽ ശരിക്കും എന്തോരം പണികളല്ലേ. വീട്ടുപണി ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള നേരവേ ഉണ്ടാവുകയുള്ളൂ. വേറെ ഒരു പണിയും ചെയ്യാൻ കിട്ടുകയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടി ചെയ്യാൻ നേരത്ത് നോക്കി വട്ട് പിടിക്കും. വട്ട്
അതിനിടയ്ക്ക് ഫ്രിഡ്ജ് ഒന്ന് തപ്പിയപ്പോഴത്തേക്ക് എന്തോരം തക്കാളിയാണെന്നറിയാമോ, 2-3 കവറിൽ. ഇത് ഓരോരുത്തരും അറിയാണ്ട് വാങ്ങുന്നതാണ്. ജെയ്സൺ വാങ്ങും, അപ്പം വാങ്ങും, ഞാൻ വാങ്ങും. അറിയാണ്ട് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ചില സാധനങ്ങൾ ഓവർ വരും. എൻ്റെ പൊന്നെ, തക്കാളി എങ്ങനെയാലും തീർക്കണമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ കുറച്ച് തക്കാളി അങ്ങ് വാട്ടാന്ന് വിചാരിച്ചു. ഞണ്ടുകറിയിൽ ഞാൻ ചേർത്തില്ല. അതെന്ത് സാധനം നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കട്ടെ. പൊക്കോടി. അമ്മയ്ക്ക് വരാൻ പറ്റൂല. ഇളക്കട്ടെ, കറി വെക്കട്ടെ. കറി വെച്ചിട്ട് വരാം. എവിടെ ധന്യയുടെ മക്കളെവിടെ? നമ്പർ 1, 2 എവിടെ? 2 എവിടെ? 2 വരൂ. നമ്പർ 1നെ കാണിക്കാത്ത 2നെ എപ്പോഴും കാണിക്കുന്നത്. 1 ഇവിടെ വരൂ. ഇവിടെ വരൂ. എന്തൊക്കെയാണ് വിശേഷം? പറയടി. പറഞ്ഞിട്ട് പോയാ മതി. നിന്റെ മുഖം നേരെ കാണിച്ചു. സൂര്യ ടീച്ചറൊക്കെ കാണാനല്ലേ. ധന്യ ചേച്ചി ഇവിടുന്ന് നേരെ സ്വന്തം വീട്ടിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് പിള്ളേരെയും കൂടി കൂട്ടി വന്നത്. പുള്ളിക്കാരത് ചെയ്തുകൊണ്ടിരുന്ന പീസാണിത്. പിള്ളേരെ കൊണ്ടായിരുന്നതുകൊണ്ട് ഒരു പണി നടന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത് തീർത്തിട്ടേ പോകണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ ചെയ്യുന്നത് അതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തോണ്ടിരിക്കുകയാണ്. കാരണം തൊട്ടടുത്ത നിമിഷം അവർ വരും കേട്ടോ കൊണ്ടുപോകാനായിട്ട്. നമ്മുടെ അമേരിക്കക്ക് പോകാണോ പറയാ. ഇതൊരു ബനാറസി സൽവാറാണ്. നല്ല സൽവാറാണ്. ഷോളൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല വലിയ ഷോട്ട്. വലിയ ഷോള് കട്ട് ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചായിരുന്നു. കട്ട് ചെയ്യാനോ? ഞാൻ കട്ട് ചെയ്യാനോ? ഞാൻ പറഞ്ഞു കട്ട് ചെയ്തതിൻ്റെ ഭംഗി പോകുന്നത്. വീതി കുറയ്ക്കാനാ? ഇതേ ആളുടെ തന്നെ അടുത്ത റെഡ് ചുരിദാറാണിത്. റെഡ് ചുരിദാറും റെഡ് ദുപ്പട്ടയും ജോർജറ്റാണ്. നല്ല സൂപ്പർ ഇട്ട അടിപൊളിയാണ്. ഇതാണ് എൻ്റെ സാരിയും ബ്ലൗസും. പിന്നെ ഒരു അണ്ടർ സ്കേർട്ടും കൂടെ ഉണ്ട്. സൈസാണോടി? ഇത് നല്ല രസമുള്ള നിറം അല്ലേ? ഇത് മദർ ഡോട്ടർ കോംബോയാണ് ഇവരുടെ. ജസ്റ്റ് ഒരു വീനൊക്കെ വെച്ചിട്ടൊരു ടോപ്പ്. കളറ് നല്ല ഭംഗിയുണ്ട്. ഇത് എന്ത് കളറാടി? കറുപ്പല്ലേ? ഇത് മദർ ഡോട്ടർ കോംബോ. ഇതെല്ലാം ഇന്ന് അമേരിക്കക്ക് പോകും. ഫ്ലൈറ്റ് കയറാനുള്ളവരല്ലേ. അപ്പം ഇത് അടുത്തത് ലാസ്റ്റ്. നല്ല ഫ്ലെയർ ഉണ്ടല്ലോ അതടുത്ത്. ആ ഫ്ലെയർ കിട്ടാൻ വേണ്ടി ഞാൻ എന്തോരം പണിയെടുത്തെന്നറിയാമോ അതിനകത്തിട്ട് തുണി തേക്കാൻ വേണ്ടി. അങ്ങനെ ഇത് അന്ന് തന്നെ നമ്മൾ നാൻസിക്ക് ഒരു നെക്ലേസ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. കുറച്ചധികം ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട്. ദിവസമല്ല, 2-3 മാസമായിട്ടുണ്ട്. അപ്പോൾ അതിട്ടൊരു ഫോട്ടോ ഒന്നും എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഈ ജ്വല്ലറിയിലെ പരസ്യത്തിലൊക്കെ പെണ്ണുങ്ങൾ വെൽവെറ്റിൻ്റെ ഡ്രസ്സാണല്ലോ ഇതിന് വേണ്ടിയിട്ട് ഇടാറ് പണ്ടൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാൻസി തയ്ച്ചതാട്ടോ ഈ ഒരു വെൽവെറ്റിൻ്റെ ഡ്രസ്സ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താമല്ലോ എന്ന് കരുതിയിട്ട് വെറുതെ ഇട്ടതാണ് ഞങ്ങൾ. പുതിയ മാള ഇത് നമ്മൾ പറഞ്ഞ് പണിയിച്ചതാണ് ഗൈസ്. ഈ ഡിസൈനാണ് നമ്മൾ കൊടുത്തത്. ഇതിൻ്റെ 1 ലെയർ പണിയാനാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ ആയിട്ടില്ലേ എൻ്റെ കയ്യിൽ കിടക്കുന്ന സാധനം? എൻ്റെ നെക്ലസ് ആണോ ഇവളുടെ നെക്ലസ് ആണോ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. ഇത് എന്താ നെക്ലസാ? ഇത് ക്രിസ്റ്റൽ ജംസ്. ബാക്ക് കാണിച്ചാൽ ഉടുപ്പിൻ്റെ പറക്കില്ലാതെ കയറി. എല്ലാരും കൊണ്ട് ടൂറ് പോകാൻ പോകുക. വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. താക്കോലെടുക്ക. ഈ യാത്രയിൽ പങ്കെടുക്കാനുള്ളവരാണ് ഈ നിൽക്കുന്നവർ. ഓടി ഇത് കറക്കി എടുത്തോണ്ട് വന്നത് എടുക്കാം.
എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കാണിക്കാൻ അറിഞ്ഞിട്ടാണോ തമ്പുരാൻ. എന്തോ ഒരു ഭയം. സ്ഥലം ഉണ്ടായിട്ടേ നേരെ കൊച്ചവിടെയല്ലേ വെച്ചേ. അതിന് ഒടിക്കുന്നു ഫുള്ളൊടിക്കും ഫുള്ളൊടിക്ക്. ആ ചേട്ടന് പൊക്കോളും. നീ വേഗം വന്നാലല്ലേ ആ ചേട്ടന് പോകാൻ പറ്റുള്ളൂ. ബൈ. ഇത് അന്ന് വൈകുന്നേരം തന്നെയാണ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇറങ്ങിയേക്കുവാണ്. കാരണം ഇതൊന്ന് വണ്ടി പഠിച്ചൊന്ന് എടുക്കണമല്ലോ. കാരണം നമ്മൾ പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, ഒട്ടും പറ്റത്തില്ല. പേടി അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് ഡെയിലി അങ്ങ് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. ഞാൻ ഈ ജനുവരി മുഴുവൻ നല്ല പ്രാക്ടീസിലായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ധൈര്യമൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം അങ്കിളിൻ്റെ വീട്ടിലോട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളൊന്ന് ഇറങ്ങിയതാട്ടോ. വെറുതെ അവിടം വരെ ഒന്ന് പോകാൻ നേരത്ത് അവരുടെ വീട്ടിലും കൂടി ജസ്റ്റ് ഒന്ന് കയറി വരാമല്ലോ. എനിക്ക് നല്ല പേടിയാട്ടോ, നല്ല പേടിയായിരുന്നു കാർ എടുക്കാനായിട്ട്. പക്ഷെ ഇപ്പോൾ കുറേ പേടികളൊക്കെ മാറി വരുന്നുണ്ട്. ഇവിടുന്ന് പറഞ്ഞാ നീയൊക്കെ പോടാ. വണ്ടി ഓടിക്കണം, ഞാനങ്ങ് സെന്ററിൽ വെച്ചു പോണ്ട. നമ്മൾ ഈ എൽബോർഡ് വെച്ച് പോകുന്ന പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു മനുഷ്യന് ഒരു പരിഗണന തരികയില്ല കേട്ടോ. എവിടെയെങ്കിലും നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഹോൺ അടിച്ച് നമ്മുടെ തല തെറിപ്പിക്കും. അങ്ങനെ നമ്മൾ ചേർത്തലയിലാട്ടോ. ഇത് ചേർത്തലയിൽ നമ്മുടെ അങ്കിളിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്കിളിൻ്റെ വൈഫ് ഞങ്ങളുടെ വളരെ അടുത്ത കൂട്ടുകാരിയാണ്. കാരണം ഇവർ തമ്മിൽ ഒരിക്കലും കാണേണ്ടവരല്ല. പിന്നെ എങ്ങനെ കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സാറ്റർഡേ സൺഡേ ഒക്കെ അവൾ ജോലിക്ക് എറണാകുളത്ത് ജോലി ചെയ്യണം കേട്ടോ. സാറ്റർഡേ സൺഡേ ഒക്കെ വീട്ടിൽ വരുമല്ലോ. സൺഡേ വീട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം നാൻസിക്ക് അങ്കിളിന് ഒരു സാധനം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ബോട്ട് കിടന്ന് അക്കരെ പോയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയാട്ടോ. അപ്പോൾ ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടിന് മെയ്മോളെയും കൂടി വിളിച്ചുകൊണ്ട് പോയതാണ്. ആ പോക്കാണ് മെയ്മോളെ ഇവിടെ നിൽക്കാൻ കാരണം. അവർക്ക് രണ്ടുപേർക്കും ചെറുക്കനെ വേണ്ടി നോക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്ക് മെയ്മോൾ അങ്കിളെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി പ്രായമൊക്കെ ഉള്ള ഒരാളെയാണ് പ്രതീക്ഷിച്ചത്. പെട്ടെന്നൊരു ചെറിയൊരാളെ കണ്ടപ്പോഴത്തേക്കും അവളും ഷോക്കായി. അത് നമ്മൾ ബുഷിയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ടൈല് പൊട്ടിക്കാൻ പറ്റിയല്ലേ. അപ്പൊ അതൊക്കെ ഫുള്ള് അളവല്ലേ. ടൈല് പൊട്ടിക്കാണ്ട് വെച്ചേക്കുവാ. അങ്കിളിൻ്റെ വീട് കുറച്ചധികം പഴക്കമുള്ളൊരു വീടാണ്. അപ്പോൾ ചെറുതായിട്ട് അവരൊന്ന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ചെന്നപ്പോൾ മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഇത് പിറ്റേന്നാണ്, രാവിലെ തന്നെ നമുക്ക് എറണാകുളത്ത് പോകണമായിരുന്നു. വേഗം ഉടുപ്പൊക്കെ മാറി രാവിലെ എറണാകുളത്ത് പോകാൻ നിൽക്കുവാണ്. ഇവിടെ ഇല്ല കപ്പ്, ഇവിടെ ഇല്ല. അങ്ങനെ നമ്മൾ സ്പീഡിൽ ഓടി ചെയ്താൽ മെലാൻസിൽ വന്നിട്ടുണ്ട്. നമുക്കൊരു വെഡ്ഡിങ് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. വേലിയിൽ ആപ്ലിക്ക് ചെയ്യാനുള്ളൊരു മെറ്റീരിയലിന് വേണ്ടിയിട്ടാണ് അർജൻറ്റായിട്ട് വന്നത്. നിങ്ങളതെല്ലാം ഷോർട്സിലൂടെ കണ്ട് കഴിഞ്ഞ് കാണും. ഇപ്പം നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് അവർ തന്നെയാണ് നമ്മുടെ ലോങ് വീഡിയോ കാണുന്നതും. കാരണം നമ്മളോട് അത്രയ്ക്കും അടുപ്പമുള്ള ആൾക്കാർ മാത്രമാണ് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇത്രയും മണിക്കൂർ പക്ഷേ നേരെയുള്ള ലോങ് വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ ആ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് നമുക്കന്ന് റിപ്പബ്ലിക് ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബൾക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു പാർട്ട്ണറും കൂടി ഉണ്ടല്ലോ, അവനും അവധി ഉണ്ടായിരുന്നു. അപ്പം അവരും കൂടി വന്നിട്ട് നമ്മുടെ അടുത്ത ബൾക്കിനുള്ള മെറ്റീരിയലും കൂടി എടുക്കാമല്ലോ എന്ന് കരുതി ഞങ്ങൾ ഈ കരുക്ക് കുടിച്ചിട്ടേ ആ പുള്ളിക്ക് ജീപ്പേ ചെയ്താൽ നോക്കിയപ്പോഴത്തേക്കും പുള്ളിയുടെ ലിമിറ്റ് കഴിഞ്ഞെന്ന് അന്ന് തന്നെ. അപ്പം ഞങ്ങൾ പറയുക നമുക്ക് തെറ്റായ തീരുമാനമായിപ്പോയി തുണി ബിസിനസ്സിലോട്ട് ഇറങ്ങിയത്, വല്ല കരിക്കും കച്ചവടം തുടങ്ങിയാൽ മതിയായിരുന്നെന്ന്. ഒറ്റത് ആ ഒരു ഉച്ചയാകണതിന് മുന്നേ തന്നെ പുള്ളിയുടെ ലിമിറ്റ് കഴിഞ്ഞാ വല്ല കരിക്കും കച്ചവടം തുടങ്ങിയാൽ മതി. മേത്തോട്ട് വെക്കുമ്പോൾ രസമില്ല കാണാനായിട്ട്. എനിക്ക് ചേരുന്നത് കൊണ്ടാണ്. അത് വേറെ ഗ്രീൻ കളറിന്റെ ഷർട്ടിലും അതിന്റെ കോമ്പിനേഷൻ അല്ലേ. ഓർഗൻസലൈസാ ഫ്ലിപ്കാർട്ട് കുർത്തി പോലെയാണ്. ഫ്ലിപ്കാർട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്നില്ലേ. ഫുള്ളാണോ? ചോറ് ചെയ്യുമ്പല്ല കറി മാത്രം ഇത് പർച്ചേസ് ചെയ്തു. ഇപ്പൊ പേയ്മെന്റ് ചെയ്യട്ടെ. പിന്നല്ലാണ്ട് എടാ ഇത് ഒരു കളറില്ലാത്തവളോ അങ്ങനെയല്ലേടാ. അതല്ല എനിക്ക് കുറച്ച് ചുരിദാർ
എടാ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നല്ല വിലയാണേ. ഇതൊക്കെ മീറ്ററിന് 420 രൂപയൊക്കെ ഹോൾസെയിൽ റേറ്റാണ് ഈ പറയണത്. അത് നമ്മൾ എങ്ങനെ നമ്മൾ വിൽക്കും ഈ തുണിയൊക്കെ എടുത്തിട്ട്? അത് മാത്രമേ അത് നമുക്ക് പോസിബിൾ അല്ല, കാരണം അത്രയും പ്രീമിയം ലെവലിലോട്ട് പിന്നെ പോകേണ്ടി വരും റേറ്റും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഈ മോൺഗോഡ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ. പുള്ളിക്കാരത്തിയുടെ ഇട്ടാണ് ഞാനിത് കണ്ടേക്കുന്നത്. നല്ല രസമുള്ള മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയാണ് സംഭവത്തിന്. പക്ഷെ നമുക്ക് വാങ്ങിയാൽ മുതലാവത്തില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ന്യൂസൂരിയയിൽ വന്നേക്കുവാണ്. ഇത് അതിനേക്കാളും ഡാർക്കായിട്ട് നല്ലതായിരിക്കും. പോരെ? അപ്പൊ ഇത് എവിടെയാ നോക്കേണ്ടത്? ഇത് ഇവിടെയാണോ? ഇവിടെ അപ്പൊ 990 എല്ലാവരും തട്ടിക്കോ. അത് ഏതാണ് ബ്രാൻഡ്? സിൽക്ക് എടുക്കാനാ? ആങ്കർ പോരെയെന്നേ. അതവരെ എടുത്തു വെച്ചേക്കണാണോ അറിയത്തില്ലല്ലോ. വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഇതുപോലെ ചായ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. മസാല ചായ എന്ന് പറഞ്ഞാൽ ആദ്യം കൊണ്ടുവന്ന് മേടിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഇത് കുടിക്കും. അതായത് ആ കട നിറച്ച ആൾക്കാരാണ്, നിറച്ചുള്ള എല്ലാവരും കുടിക്കും. അപ്പം ഞാനും കൂടി ഒരു ഗ്ലാസ് മേടിച്ച് കുടിച്ചു. ഇവരൊന്നും കുടിച്ചില്ല കേട്ടോ. നാൽസിയൊക്കെ എവിടെയാണോ ചെല്ലുന്നത് അവിടെ അങ്ങോട്ട് കിടപ്പാണ്, അത്രയും വയ്യാണ്ടായി. നല്ല പൊരിഞ്ഞ വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് മെലാഞ്ചിൻ്റെ തന്നെ സാറാന്ന് പറഞ്ഞിട്ട് ഈ ലേസ് ഹോൾസെയിലായിട്ട് സംഭവങ്ങൾ കിട്ടുന്ന കടയുണ്ട്. അവിടെ പോയി കുറച്ച് ലേസ് വാങ്ങി. 12,000 രൂപ. 12,000 രൂപയാണെങ്കിൽ എന്താ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഇൻവെസ്റ്റ്മെന്റ്. कल कुरियर कर दो इसका एड्रेस पे, मैं एड्रेस व्हाट्सएप करेगा. अच्छा ये दूसरा भी है? हाँ दूसरा आदमी दूसरा है. कहाँ पे है? वाइकम से है. वाइकम वाइकम. നമ്മൾ മെലാഞ്ചിയിൽ നിന്ന് വാങ്ങിയ മെറ്റീരിയൽ ഡൈ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ അതിന് 8:30 ആയിട്ടുണ്ട്. അപ്പം ഭയ്യക്ക് ഒത്തിരി പിള്ളേരുണ്ട് കേട്ടോ, 6 പിള്ളേരുണ്ട്. അവരെല്ലാവരും കൂടി എവിടെയോ യാത്ര പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുണിയൊക്കെ കൊടുത്ത് സെറ്റാക്കി നേരെ അവിടെ നിന്ന് ഇറങ്ങി. വൈറ്റിൽ പാസ് ചെയ്തിട്ട് നാൻസിക്ക് ഭയങ്കര ആഗ്രഹം ലെസ് കുടിക്കാണ്ട് നമ്മൾ പോയിട്ട് നമുക്ക് വിഷമാവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ച് വന്നേക്കാണ് ലെസ് കുടിക്കാനായിട്ട്. പക്ഷേ ശോകമായിപ്പോയി, ഭയങ്കര പുളിയായിപ്പോയി. പുളി ഭയങ്കര ഒന്നുമില്ല, എന്നാലും ആ ഒരു ചെറിയ പുളി പോലും ആ ഒരു ടേസ്റ്റിനെ ബാധിച്ചു കേട്ടോ. നാൻസി എപ്പോഴും പറയുന്നത് എങ്ങനെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇവരെപ്പോഴും മിക്സ് ചെയ്യണം എന്നൊക്കെ. ഇപ്പോൾ സമാധാനമായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇതുപോലെ പാളിപ്പോകുന്നതായിരിക്കും. പിന്നെ എന്തോ ഒരു സ്റ്റാർട്ടർ വാങ്ങിച്ചതാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര കനത്ത ചോകായിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു പേരറിയാത്തൊരു ചിക്കൻ്റെ ഗ്രേവിയും കൂടി ആട്ടോ വാങ്ങിയത്. നല്ല ടേസ്റ്റുള്ള ഫുഡാട്ടോ. ഇവിടെ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അർബൻ ബ്രാത്ത വൈറ്റിലയിൽ ഉള്ളതാട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ പിറ്റേന്ന് രാവിലെയാണിത്, നമ്മുടെ ബിന്ദുച്ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആൾക്കൊരു സമ്മാനം വാങ്ങാനായിട്ട് ഓടാത്ത വശം കിട്ടിക്കൊണ്ട് ആൾ നടന്നു വെച്ചത്. ആൾക്ക് നന്നാക്കുമ്പോൾ വളരെ സമയം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആൽമണ്ട് അത് മേടിച്ചാൽ പുതിയതാണല്ലോ വൈലറ്റ്. എന്തോന്ന് രാജൻ ഹൽവേ? ക്യാരറ്റിന്റെ സാധനമാണ്, പക്ഷെ ക്യാരറ്റിന്റെ നല്ല ടേസ്റ്റ്. ഇതൊക്കെ നമ്മൾ മേടിച്ചല്ലേ, ഇത് ആൽമണ്ട് മേടിച്ചാൽ ഇത് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലല്ലോ. അത് നല്ലതാണോ? കളവിയായെന്ന് മനസ്സിലായില്ലേ? നല്ല പ്രായമുണ്ട്, നല്ല പ്രായമുണ്ട്. മുറിയുള്ള തള്ളക്കില്ല 60 വയസ്സായി. ഇത് കോടാലി മേടിക്കായിരുന്നു. ഇതൊന്നും ഇട്ടേക്കരുത്. ഇല്ല ഇതൊന്നും ഇടില്ല. ഇവിടെ തേപ്പോട്ടൊന്നും ഓണല്ലോ, ഇതൊന്നും ഇടില്ല. അയാളല്ലേ ആള്, ഇതൊന്നും വരില്ലല്ലേ. ഇത് എന്തെങ്കിലും എടുക്കുവായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെ തയ്ക്കാനുണ്ട്. നല്ലത്. അയ്യോ പ്രേമകഥയില്ലേ അപ്പം വെട്ടറ കത്തി ഓരോ വെട്ട് ഓരോ സ്ഥലത്താണ്, അതാണ് കുഴപ്പം. മറ്റേതാണ് ഒട്ടും കേറിയല്ലായിരുന്നു. നമ്മളൊക്കെ അത്രയും മതിയായിരുന്നു. എനിക്ക് വയ്യ. അവിടെ എന്തേലുവേ അയ്യോ കരണ്ടും പോയി. എന്ത് കരഞ്ഞാ? ഇത് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? കട്ടിയല്ലേ?
ഭയങ്കര കട്ടിയല്ലേ കേക്ക് പൊക്കാനുള്ള ആരോഗ്യമുണ്ട്. ഇത് മറ്റേ രാജൻ ടേസ്റ്റ് ഉണ്ടല്ലേ എന്താണ് ഇതിന്റെ പേര്? രാജനാ. രാജൻ TP എന്നിട്ട് പൊക്കോട്ടാ, ഇനി വരരുതേ. ഇത് മുഴുവൻ എൻ്റെ ഓ ബ്ലൂബെറിയുടെ ഫ്ലേവറാണോ അത്? കയ്യിലൊക്കെ ഐസ്ക്രീമാണ്. ഒരു കഴിഞ്ഞിട്ട് വന്ന് എടുത്ത് വെക്കിട്ട് നോക്കാം. പാകമല്ലായിരുന്നു. കൈ കഴിയിട്ടെ. ശരിയാക്കണമായിരിക്കും അല്ലേ? അയ്യോ എന്ത് ഫേസ് വെച്ച് ഒഴിവാക്കിയാൽ മതിയായിരുന്നു അല്ലേ? ഗിഫ്റ്റ്. ഇതെങ്ങനെ അളവാക്കാം? അതൊരു ഊഹ വെച്ചിട്ട് ഊഹായിരുന്നു. കറക്റ്റായിരുന്നു. പക്ഷെ ഇട്ട് കാണിക്കും. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് ബീച്ച് എന്ന് വെച്ചാൽ കടൽ ബീച്ചല്ല, കായലിങ്ങനെ നികത്തിയിട്ട് ഒരു ഇങ്ങനെ തീരമായിട്ട് കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഈ കുടുംബശ്രീയുടെ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു, ഫുഡ് ഫെസ്റ്റ്. അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് എന്ത് വേണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, കുറച്ച് പലഹാരം മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പാത്രം നിറച്ച് മലബാർ പലഹാരങ്ങളുമായിട്ട് ഇരുന്നു. ഇങ്ങനെ അമ്മയാണ് ഈ കണ്ടത്. അപ്പോൾ കുറച്ച് ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മളിങ്ങോട്ട് പോകുന്നു. അനസിക്ക് ബോഗൻവില്ല വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ 2 ബോഗൻവില്ല മേടിച്ചു. ഒരെണ്ണം പടർന്ന് കയറുന്നതും ഒരെണ്ണം കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മൾ വീട്ടിലോട്ട് പോരുവാണ്. കിയാര പഠിക്കുമായിരുന്നു കേട്ടോ. പഠിച്ച് ക്ഷീണിച്ച് കൊച്ചു ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത്രയുള്ള കേസ് നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.